ഇനി നമ്മളെ ബ്രാലിന് വള്ളത്തിലെ തീറ്റായിട്ട് കൊടുക്കാൻ പോകണം. തിന്നുണ്ടാവോ കാവേരി? വരണ്ടെന്നാല് ഇതിലേതാണ് ഫുൾ ആക്റ്റീവ്. ഇതിപ്പോൾ നേരെ ചാടിയത് ആ തൊടിയിലെത്തിനി. ആ തൊടി കാണിച്ചെടുത്താ, ആ തൊടി കാണിച്ചെടുക്ക്. അവിടെ എത്തിനി ചാടിക്കാണ്ടി. എനിക്കത് ഈ മതിലെങ്ങനെ എടുത്ത് ചാടിയെന്നാണ് എനിക്കറിയാത്തത്. കാക്കച്ചിൻ്റെ കൊത്തിട്ടതാണെന്നൊന്നും അറിയില്ല. ഞങ്ങളിത് തുറന്നിട്ടാണ്ട് അറിയാതെ പോയി. അപ്പൊ ഇത് ചാടിയതാണ്. ഇതിപ്പോഴും ആക്റ്റീവാട്ടോ. ഇനി നമുക്കിതിന് തിന്നാൻ കൊടുക്കാം. ഇവൻ മടിയനാണ്. കാരണം ഇവൻ്റെ ഇത് നോക്കിയാ നമുക്ക് വായ ചെറുതാണ്. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം സൈസുള്ള പരലായതുകൊണ്ട് തിന്നാൻ കുറച്ച് പണി. അപ്പോൾ നമ്മൾ തൊള്ളയ്ക്ക് വെച്ച് കൊടുക്കണം എനിക്ക്, എന്നാലേ അവൻ തിന്നുള്ളൂ. എല്ലാവരും തിന്നും, പക്ഷേ തിന്നാൻ കുറച്ച് സമയം എടുക്കും. അവൻ കുറച്ച് ആദ്യം പഴം അടിച്ചു തിന്നു. അതിൻ്റെ നെയ്മേ തൊള്ളേക്കാണ് വെച്ച് കൊടുത്താൽ മതി. തൊള്ളേക്കാണ് വെച്ചെടുക്കുക, തൊള്ളനെ തുറന്നു കൊടുക്കുക, അത്ര തന്നെ. ഇതത്രേ ഉള്ളൂ. തിന്നേ തള്ളോ തിന്നേ. ഞാൻ തൊന്നി സിലോപ്പിക്ക് കൊടുക്കാൻ നോക്കുക. സിലോപ്പിക്ക് പറ്റൂല. സിലോപ്പിക്ക് വായ വളരെ ചെറുതാണ്. സിലോപ്പിക്ക് നമുക്ക് കോഴിക്കോടിൽ എടുക്കാം. ഇതിൻ്റെ വായ നോക്കി ക്ലീൻ ആൻഡ് നീറ്റ്. പിന്നീട് നമ്മളത്തെ എല്ലാ മീനുകളും നല്ല ആക്റ്റീവായിട്ടാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ വീടിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്താൽ മതി. ഒരു ഹാർട്ടിൻ്റെ ഇമോജി ഇട്. സാധനം നമ്മൾ വെടയിപ്പിക്കണല്ലോ കേട്ടോ, നല്ല വെടയുന്നതാണ്. ഇതിന് വേറെ ഒന്നും ഇതൊക്കെ പോലെ ആക്റ്റീവാണേ. ഇത് നമ്മൾ പിടിച്ച് അന്ന് പറഞ്ഞ ചാലിപ്പാടത്ത് നിന്ന് പിടിച്ചും പറഞ്ഞ പെരലും കുട്ടികളാണ് കേട്ടോ. പെരലും കുട്ടികളെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് തീറ്റാക്കി കൊടുക്കാൻ വേണ്ടി പിടിച്ചതാണ്. എന്നാൽ നമ്മൾ വേറെ എന്തെങ്കിലും കിട്ടുമെന്ന് വെച്ചിട്ടേ നമുക്ക് ഒരു ഈ സൈസിൽ വരുന്ന ഒരു കടൂന് കിട്ടീനി. ചത്തുപോയി. പിന്നെ ചെറിയൊരു സിലോപ്പിന് എത്ര എളുപ്പമുള്ള ഒരു മീനെ കിട്ടീനി. ആഫ്രിക്കൻ മൊയ് അതും ചത്തുപോയി. നമുക്ക് അവിടുന്ന് കുറെ സിലോപ്പി ചൂണ്ടൊക്കെ കിട്ടുന്ന ചാവാനുള്ള കാരണം തന്നെ. ഇത് ഞങ്ങൾ അവിടേക്ക് ചാലിപ്പാടത്തേക്ക് മീൻ പിടിച്ചാൽ പോയപ്പോൾ ഒരു ബിലാലിട്ടി ഇതേ സെയിം സാധനം ഞങ്ങൾ കൊക്കൊക്കെ ഒരു എടുത്താണ്ട് ഇട്ടി. അപ്പോൾ ചാടിക്കാണ്ട് കുളത്തേക്ക് തന്നെ പോയി. അല്ലെങ്കിൽ ഈ ഇതിനെക്കാട്ടി വലുപ്പമുള്ള ബിലാലി ഈ വീഡിയോയിൽ ഇനിയും കാണണ്ടായിരുന്നു. ഞങ്ങൾ ഇനിയും പിടിച്ചാൻ പോകുമ്പോൾ ഇനിയും കിട്ടുമ്പോൾ നമ്മൾ തരണ്ടേ. നമ്മളിനി ഇന്ന് പിടിച്ചാൽ പോണ്ടേ. ഇവ പറഞ്ഞ ദിവസം എല്ലാവർക്കും ഓർമ്മയില്ലേ? എല്ലാവരും ഫിഷിൻ്റെ ഇമോജിയൊക്കെ ഇട്ടോളിട്ടോ. അടിച്ചാ മോനെ ലക്കാണ്. ഇതൊക്കെ ഇതിനൊക്കെ കട പോയി 40-50 ഉറുപ്പ്യാണ് സാധനത്തിന്. 40-50 ഇത്ര എളുപ്പം വരുന്ന സാധനമാണ്. ഞങ്ങളിത് ചന്തയിൽ വിൽക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോഴാണ് ഗിവോവിൻ്റെ കാര്യമൊക്കെ ഓർമ്മ വന്നത്. അതുകൊണ്ടാണ് നമ്മളിത് കൊടുത്തത്. ചന്ത കൊണ്ട് ചോദിച്ചു പോലെ പറഞ്ഞേ അവിടെ ഞങ്ങളുടെ അടുത്ത് തന്നെ കാക്കണുണ്ട്. അപ്പോൾ അയാളുടെ അടുത്ത് ഇതിനെ ചെറിയ സൈസിൽ തന്നെ അതിനുണ്ട് 40 ഉറുപ്പ്യ. 25 ഉറുപ്പ്യക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ ഗിവേക്ക് കൊടുക്കുകയാണ്. ഗിവേക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. ഇത് പറഞ്ഞാൽ അതിന് 50 ഉറുപ്പ്യുണ്ട് ചന്തയിൽ വില. ഇത് നമ്മൾ പിടിച്ചോണ്ടെന്നുകൊണ്ട് നമുക്ക് തീരെ റുപ്പീസും ഇല്ല. നമുക്ക് അറിയാതെ തരും ചെയ്യാം. തിന്നറിയാം. അല്ല കോഴിക്കോടല് പരല് ഒക്കെ തിന്ന് വളർന്നു വരുന്ന സാധനമാണ്. ഇന്നലെ നമ്മൾ കോഴിക്കോടയിൽ ഇട്ടേനി അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു പോയി. അതിൻ്റെ ഇത് ഇന്ന് ഇടുന്നതാണ്. ഇതൊക്കെ ശരിക്കുള്ള പടച്ചിലാണ് കേട്ടോ. ആല മുഴുതു. നമ്മൾ മഴക്കാലത്ത് പാടത്തേക്ക് മീൻ പിടിച്ചാൻ പോകും കേട്ടോ. അതിൻ്റെ കാര്യം നായി വരക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നായി വരയ്ക്കുന്ന കാര്യം ഇതിന് നമ്മൾ ഗിവ് എടുക്കാൻ പോകാൻ നൈസ് സാധനമാണ്. ഇത് ചാവൂലെന്നുള്ളത് നമ്മൾ 100% ഗ്യാരണ്ടിയ. സാധനമാണ് ഇത് നമ്മൾ ഗിവ് എടുക്കും. പിന്നീട് നമ്മൾ ഇതിന് ഗിവ് കൊടുക്കണം എന്നുണ്ട്.
സിലോപ്പികളിൽ ഏറ്റവും ചെറിയതാണ് ഇത്. സിലോപ്പികളിൽ ഏറ്റവും ചെറിയവനെ നമ്മൾ ഗിവ് എടുക്കും. എങ്ങനെ അറിയോ? ബിലാൽ കൊടുക്കുന്ന ആദ്യം കിട്ടുന്ന ആൾക്ക് നമ്മൾ ഒരു സിലോപ്പിയും കൂടി കൊടുക്കുന്ന. ഈ ബിലാൽ കിട്ടുന്ന ആളെ അടിയിൽ ആരാണ് കമന്റ് ഓൾക്കായിരിക്കും ഇത് ലഭിക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും 2-3 കമന്റ് ഇട്ടോളി. നമ്മൾ നന്നാരി സർബത്ത് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചന്തയിൽ നന്നാരി സർബത്തൊക്കെ ഇട്ട് നമ്മൾ ചന്തയിലുണ്ടാവും. ഈ വീഡിയോ കാണുന്ന ആരെയും ചന്തയ്ക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മളെ സർബത്ത് കുടിച്ചാൽ മറക്കരുത് കേട്ടോ. സർബത്ത് മാത്രല്ല സിപ്പപ്പ് ഉണ്ട് കേട്ടോ, ചോക്ലേറ്റ്. ഇനി 20-ാം തീയതി കേട്ടോ, 20-ാം തീയതി നമ്മൾ ചന്തയിലുണ്ടാവും. ഇനി വെക്കേഷൻ തീരുന്നവരെ ചന്തയിൽ നമ്മളുണ്ടാവും നന്നാരി വെള്ളമായിട്ട്. വരുന്നവർ കുടിച്ചാൽ മറക്കണ്ട. ഇനിയിപ്പോൾ ഇത് നമ്മൾ ഗിവ് കൊടുക്കാൻ പോകണാണ്. പിന്നീട് നമ്മൾ ഇതിനൊക്കെ വിൽക്കുന്നുണ്ട് ക്യാഷിന്. ഇങ്ങനത്തെ സിലോപ്പികളൊക്കെ നമ്മൾ വിൽക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലത്തെ ഒരു 15 പീസുകളുണ്ട്. നമ്മൾ ചോക്ലേറ്റ് സിപ്പപ്പാണ് കേട്ടോ. ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ഇതുപോലെ ഇവിടെ നിർത്തണം, മദ്രസ ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ.